ഫ്രണ്ട്സ്, ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ അജ്രക് മെറ്റീരിയലിൽ വന്നേക്കുന്ന ഫ്രോക്ക് കളക്ഷൻ ആണ്. നമ്മൾ മുന്നേ ഓണത്തിന്റെ ടൈമിലൊക്കെ ഈ ഒരു പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അജ്രക് മെറ്റീരിയലിൽ തന്നെയാണ്. അപ്പൊ അത് നല്ല കുറച്ച് കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇന്ന് വന്നേക്കുന്നത് ചെറിയ ചെറിയ പ്രിന്റ്സിൽ വരുന്ന കുറച്ച് കളക്ഷനും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി നോക്കുക. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഫസ്റ്റ് ഒരു സൈസ് വന്നേക്കുന്നത് സ്മോൾ സൈസിലാണ്. 36 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു അജ്രക് കളക്ഷനിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് 3 പീസ് കളക്ഷനും കൂടിയാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത് സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട്. മുന്നേ നമ്മൾ ചെയ്തേക്കുന്ന സെയിം പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. പഫ് സ്ലീവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്നതിനൊക്കെയും ഇത്രയും കൂടെ ലെങ്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോർമൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ ഒരു ഫ്രോക്ക് ചെയ്ത ടൈമിൽ ലെങ്ത് കുറവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് വന്നിട്ട് നമ്മൾ മാക്സിമം ലെങ്ത് എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. സൈഡിൽ ഒരു നോട്ട് വെച്ചിട്ടുണ്ട്. യോക്ക് പോർഷനിൽ നമ്മൾ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്രില്ലിന്റെ എൻഡിലായിട്ടും ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ലെങ്തിലാണ് ഈ ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അതായത് ചെറിയ ചെറിയ പ്ലീറ്റ്സ് വന്നിട്ട് ഇതിന്റെ ലെങ്ത് കുറച്ച് കൂടുതലായിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. സ്മോൾ സൈസിൽ വരുന്നൊരു കളക്ഷനാണ്. നല്ല അടിപൊളി കളർ ഷെയ്ഡും കൂടിയാണ് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് മീഡിയം സൈസിലാണ്. 36 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നമുക്ക് സ്മോൾ സൈസിൽ ആ ഒരു ഷെയ്ഡ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വന്നേക്കുന്നത് നമുക്ക് മീഡിയം സൈസിൽ ഒരു 4 ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റത്തെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു കോഫി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു അജ്രക് പ്രിന്റിലാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുള്ളത്. 38 ആണ് ചെസ്റ്റ് സൈസ്. മീഡിയം സൈസിലാണ് വന്നേക്കുന്നത്. പഫ് സ്ലീവ് ആണ്. 3 പീസ് കളക്ഷനും കൂടിയാണ്. നമുക്ക് മാക്സിമം ഇതിനൊരു ലെങ്ത് 47 ആയിട്ടാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ തന്നെയാണ്. ഓൾമോസ്റ്റ് എല്ലാം വരുന്നത് ഏകദേശം സെയിം ഷെയ്ഡിൽ തന്നെയാണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാണുമ്പോഴാണ് ഏതൊക്കെ ഷെയ്ഡാണ് കറക്റ്റ് മനസ്സിലാവുന്നത്. ക്യാമറയിൽ എത്രയും ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പൊ ഇത് വന്നിട്ട് കൂടുതലും ബ്ലാക്ക് വന്നിട്ട് ചെറിയ ചെറിയ ഡിസൈൻ വന്നേക്കുന്നത് റെഡ് ഷെയ്ഡിലാണ്. അപ്പം റൗണ്ട് നെക്ക് ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ നെക്ക് ആണ് നമ്മൾ ഫ്രണ്ട് സൈഡിൽ കൊടുത്തേക്കുന്നത്. 3 പീസ് കളക്ഷൻ ആണ്. ഇതും നമുക്കൊരു 47 ലെങ്ത് വരെ കിട്ടുന്നുണ്ട് കേട്ടോ. മീഡിയം വന്നിട്ട് ഒരു 38 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വന്നേക്കുന്നത് നമുക്ക് മീഡിയം സൈസിലാണ്. 38 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. ഇത് വന്നേക്കുന്നത് റെഡ് ഷെയ്ഡിൽ ബ്ലാക്ക് കളർ നമ്മൾ സ്മോൾ സൈസിൽ ചെയ്തേക്കുന്ന സെയിം പാറ്റേൺ ആണ് മീഡിയം സൈസിലും അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് വന്നേക്കുന്നത് 38 ആണ് ചെസ്റ്റ് സൈസ്. 3 പീസ് കളക്ഷൻ ആണ്. 47 ആണ് മാക്സിമം ലെങ്ത് വരുന്നത്. പഫ് സ്ലീവിൽ വരുന്നൊരു കളക്ഷനും കൂടിയാണ്. സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു അജ്രക് കളക്ഷൻ തന്നെയാണ്. ഇത് നമുക്കൊരു ലാർജ് സൈസിലാണ് വന്നേക്കുന്നത്. 38 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. സ്ക്വയർ നെക്കിൽ വന്നിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ്. സൈഡിലായിട്ട് നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ മാക്സിമം ലെങ്ത് നമുക്കൊരു 47 ആയിട്ടാണ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ്. 40 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. ഇതിപ്പോ ഞാൻ വേറെ ചെയ്തേക്കുന്ന സെയിം ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷനും കൂടിയാണ്. 3 പീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. പഫ് സ്ലീവ് വന്നിട്ടുണ്ട്. സ്ക്വയർ നെക്ക് ആണ്. ബാക്ക് സൈഡിൽ നമ്മൾ റൗണ്ട് നെക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു യോക്കിന്റെ പോർഷനിൽ നിന്ന് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ എൻഡിലായിട്ടും ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഫ്രോക്കിന്റെ മെഷർമെന്റ് നമുക്ക് 40, ടോട്ടൽ ലെങ്ത് നമുക്ക് വരുന്ന ഒരു 47 ആയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് റെഡ് ഷെയ്ഡിലാണ്. ലാർജ് സൈസിലാണ് വന്നേക്കുന്നത് കേട്ടോ. 40 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു അജ്രക് കളക്ഷൻ ആണ്. 3 പീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. പഫ് സ്ലീവ് ആണ്. സ്ക്വയർ നെക്ക് ഫ്രണ്ട് പോർഷനിലും റൗണ്ട് നെക്ക് ബാക്ക് പോർഷനിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡബിൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈയും കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് 47 ആയിട്ടാണ് വരുന്നത്. ചെസ്റ്റ് സൈസ് വരുന്നത് 40 ആണ് കേട്ടോ. ലാർജ് സൈസിൽ വരുന്ന ഒരു കളക്ഷനും കൂടിയാണ്. നെക്സ്റ്റ് വരുന്നത് എക്സൽ സൈസിലാണ്. 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്നൊരു അജ്രക് കളക്ഷൻ ആണ്. പഫ് സ്ലീവ് ആണ്. സ്ക്വയർ നെക്കിൽ വരുന്നുണ്ട്. സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് നമുക്കൊരു 47 ആയിട്ടാണ് വരുന്നത് കേട്ടോ.
നെക്സ്റ്റ് വരുന്നത് നമുക്ക് എക്സൽ സൈസിൽ തന്നെയാണ്. 42 ആണ് ചെസ്റ്റ് സൈസ്. റെഡ് ആൻഡ് ഒരു ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. പഫ് സ്ലീവ് ആണ് വന്നേക്കുന്നത്. സൈഡിൽ നോട്ട് വെച്ചിട്ടുണ്ട്. 3 പീസിൽ വരുന്നുണ്ട്. ഡബിൾ ഫ്രിൽസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ലെങ്ത് 47 ആയിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നതും എക്സൽ സൈസിലാണ്. 42 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. നല്ലൊരു കോഫി ആൻഡ് നെവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കളക്ഷൻ ആണ്. ഇത് നമുക്ക് 3 പീസ് കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡബിൾ പ്ലീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പഫ് സ്ലീവ് ആണ്. സ്ക്വയർ നെക്ക് വന്നിട്ടുണ്ട്. സൈഡിൽ ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രോക്കിന്റെ ലെങ്ത് വന്നിട്ട് നമുക്കൊരു 47 എബോ ആയിട്ടാണ് ലെങ്ത് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ കുറിച്ച് നൈറ്റി ഫ്രോക്കിന്റെ കളക്ഷൻസ്. ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാം അജ്രക് പാറ്റേണിൽ വരുന്ന കളക്ഷൻ ആണ്. നമുക്കൊരു സ്മോൾ മുതൽ എക്സൽ സൈസസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ ചെയ്തേക്കുന്ന പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു, ലവ് യു.